വയനാട് നൂൽപ്പുഴ പുഴ കരകവിഞ്ഞതോടെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മുത്തങ്ങ എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ മുത്തങ്ങയിൽ കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകിയ കാഴ്ചയ്ക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളെല്ലാം തന്നെ ഈ വഴി കടക്കാൻ വേണ്ടി, ഇത് റോഡാണ്, ആ റോഡ് കരകവിഞ്ഞ് വെള്ളം ഒഴുകുകയാണ്. ഏതാണ്ട് അരപ്പൊക്കത്തോളം വെള്ളമുണ്ട്. മറുഭാഗത്ത് വനമാണ്. ഇവിടേക്ക് എത്തുക എന്നുള്ളത്, അതായത് LP സ്കൂളിലേക്ക്, മുത്തങ്ങ LP സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിലാണ് ഈ ഒരു കാഴ്ചയുള്ളത്. അരപ്പൊക്കത്തോളം വെള്ളം ഇവിടെയുണ്ട്. തൊട്ടടുത്താണ് ഈ പുഴങ്കുനി എന്ന് പറയുന്ന ഒരു കോളനി ഉള്ളത്. അവിടെ നിന്ന് ആളുകളെല്ലാം തന്നെ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വെള്ളം ഉയരുന്ന, എപ്പോഴും ആദ്യം വെള്ളം വയനാട്ടിൽ മഴ ശക്തമായി പെയ്താൽ ഉയരുന്ന ഒരു പ്രദേശമാണ് ഈ പുഴങ്കുനി എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഉള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല നൂൽപ്പുഴ കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. നീലഗിരിയിൽ മഴ പെയ്താൽ നൂൽപ്പുഴ കരകവിയുന്ന ഒരു സാഹചര്യമുണ്ട്. ചേട്ടാ, എന്താ ഇവിടെ എപ്പോഴും വെള്ളം കയറുന്ന അവസ്ഥ? എല്ലാ വർഷവും ഇതേപോലെ തന്നെ ഫസ്റ്റ് ഇവിടെയാണ് വെള്ളം കയറുന്നത്. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വരാനും ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ റോഡ് ഒന്ന് പൊക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കൊരു ഉപകാരത്തിൽ പെടുന്നതാണ്. കുറേ പേരെ മാറ്റി പാർപ്പിച്ച് നടക്കുന്നത് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. എല്ലാ വർഷവും ഇതേമാതിരി ടൈമിൽ കയറാറുണ്ട്. ഇതാണ് ഇവിടുത്തെ അനുഭവം എന്നാണ് ഇവരെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. മാത്രമല്ല, ചിലയിടങ്ങളിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുൽപ്പള്ളി മേഖലയിൽ കിണർ ഇടിഞ്ഞു താഴുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ മരം കടപുഴകി വീഴുകയും മരം പൊട്ടി വീഴുകയും ഒക്കെ ചെയ്ത് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ തലപ്പുഴ, പേരിയ, തൊണ്ടർനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ സമാനമായ രീതിയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാകുന്ന അനുഭവം കൂടിയുണ്ട്. ഈ പുഴ എത്തുന്നത് നേരെ പനമരം പുഴയിലേക്കാണ്, അത് നേരെ കബനിയിലേക്കാണ്. ഈ നദികളിലെല്ലാം തന്നെ വലിയ ജലപ്രവാഹം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഓറഞ്ച് അലേർട്ടാണ് വയനാടിനെ സംബന്ധിച്ച് ഇന്നുള്ളത്. ഈ ഓറഞ്ച് അലേർട്ടിൻ്റെ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മലമുകളിൽ താമസിക്കുന്ന ആളുകൾ, മലഞ്ചെരിവുകളിൽ താമസിക്കുന്ന ആളുകൾ, കീഴ്ത്തടങ്ങളിൽ, അതായത് പുഴയോട് ചേർന്ന് കിടക്കുന്ന താമസിക്കുന്ന ആളുകൾ, ഇവർക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യവും നേരിടാനുള്ള ഒരുക്കം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടുണ്ട്. എന്തായാലും കനത്ത മഴ വയനാട്ടിൽ ഇടവിട്ട് തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.